ഇന്ദ്രനീലം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഉടനടി വർഷ കുളത്തിൽ നിന്ന് പടവിലേക്ക് കയറി. വർഷയുടെ നീണ്ട തലമുടിയിൽ നിന്നും ഒറ്റമുണ്ടിൽ നിന്നും ജലം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. മുഖത്ത് അന്താളി പൊളിപ്പിച്ചുകൊണ്ട് അനിരുദ്ധ് ചോദിച്ചു, നിനക്കെന്താ ആണുങ്ങളുടെ കുളപ്പടവിൽ കാര്യം? ആണുങ്ങളുടെ കുളപ്പടവാ? വർഷ ചോദിച്ചു. പിന്നല്ലാതെ ഇത് പുരുഷന്മാരുടെ കുളപ്പടവാ, അപ്പുറത്തെ സ്ത്രീകളുടെ കുളപ്പടവ്. വീണ് ചമ്മി. ഇതിപ്പോ മൂന്നാമത്തെ തവണയാ ഇയാളുടെ മുമ്പിൽ താൻ ചമ്മി നാണം കിടന്ന്. വർഷ ചിന്തിച്ചു. നിങ്ങളുടെ മുംബൈയിലെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചായിരിക്കുമല്ലേ കുളിക്കുന്നത്? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കുളിപ്പടവുണ്ട്. എനിക്ക് കുളപ്പടവ് മാറിപ്പോയി. എങ്ങനെ മാറിപ്പോവായിരിക്കും? വെളിവില്ലാതല്ലേ നടക്കുന്നത്. വർഷ ആകെ ചൂളിപ്പോയതിനാൽ ഒന്നും മിണ്ടാതെ നിന്നു. വല്ലവരും വന്ന് കാണും മുമ്പ് കയറിപ്പോവണ്ടേ? വർഷ കുളപ്പടവിന്റെ പടികൾ കയറി. അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു, ഒന്ന് നിന്നേ. എന്താ? ഇതുകൂടെ കൊണ്ടുപോ. വർഷയുടെ വസ്ത്രങ്ങളും തോർത്തെടുത്ത് എറിഞ്ഞുകൊടുത്തുകൊണ്ട് അനിരുദ്ധ് പറഞ്ഞു. വർഷാവ് നിലത്ത് വീഴും മുമ്പ് പിടിച്ചു. അപ്പോൾ അനിരുദ്ധ് തുടർന്നു, ആ തോർത്തെടുത്ത് പൊച്ചിട്ട് പോ. ഇത് സിറ്റിയല്ല, ഗ്രാമമാ. വെറുതെ ഇല്ലത്തുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. വർഷ തോർത്തെടുത്ത് മേൽമുണ്ട് പോലെ ധരിച്ചിട്ട് പടികൾ കയറി പുറത്തിറങ്ങി. അയ്യേ, ഇയാൾ തന്നെ ഈ കോലത്തിൽ കണ്ടല്ലോ, ആകെ നാണക്കേടായി. ഇല്ലത്തേക്ക് നടക്കുന്നതിനിടെ വർഷ ചിന്തിച്ചു. പുറത്ത് അനിരുദ്ധിന്റെ സുഹൃത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വർഷ നടന്നു പോകുന്ന അയാൾ കൗതുകത്തോടെ നോക്കി നിന്നു. വർഷ പോയി കഴിഞ്ഞതും അയാൾ കുളപ്പടവിലേക്ക് ഓടിക്കയറി. എടാ, അപ്പത് ചെലപ്പിശാചല്ലായിരുന്നോ? അല്ലായിരുന്നു, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ. അവളാണോടാ മുമ്പിൽ നിന്ന് വന്ന പരിഷ്കാരി സുന്ദരി? ആണെങ്കി നാണക്കേടായാലോ. ആ കുട്ടിയെന്ന് കരുതി കാണൂടാ. നിന്നെ കുറിച്ച് ശരിയായിട്ട് കരുതി കാണും. നീ ഒരു ശപ്പനാണെന്ന്. മോശായി. എടാ, നല്ല കിടിലം ഫിഗർ. നിനക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് എനിക്കൊന്ന് പരിചയപ്പെടുത്താടാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? അപ്പൊ നീ അവളെ അഹങ്കാരി വിളിച്ചോ? അഹങ്കാരമുണ്ട്, അത് ഞാൻ ശരിയായിക്കൊള്ളാം. അപ്പോ അപ്പോഴൊന്നുമില്ല. നിന്റെ പീപ്പി സ്വഭാവം കൊണ്ട് അവിടെ അടുത്തെങ്ങാനും ചെന്നാ മോനെ കൃഷ്ണ, നിനക്കെന്നെ ശരിക്കും അറിയാലോ. എന്നെ വിധം മാറ്റിക്കരുത്. ഞാൻ നോക്കുന്നില്ല. നിനക്ക് നോട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ടാത്തോണ്ടാ. എങ്കിൽ നിനക്ക് കൊള്ളാം, അനിരുദ്ധ് പറഞ്ഞു. വർഷം മുറിയിൽ ചെന്ന് വസ്ത്രം മാറി. കുറച്ചു കഴിഞ്ഞ വർഷം താഴെ എത്തി. അവിടെ ശ്രീലകത്തിൽ സന്ധ്യാദീപം തെളിയിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. വർഷ നേരെ അച്ചമ്മയുടെ മുറിയിലേക്ക് നടന്നു. അച്ചമ്മ പുൽപ്പായിലിരുന്ന് ഭാഗവതം വായിക്കുകയായിരുന്നു. വർഷയെ കണ്ടതും ഭാഗവതം അടച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ച ശേഷം അച്ചമ്മ പുൽപ്പായിൽ നിന്ന് എഴുന്നേറ്റു. അച്ചമ്മ വർഷയെ കട്ടിൽ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു, കുളത്തിലെ കുളി എങ്ങനെയുണ്ട്? ഇഷ്ടായ കുട്ടിക്ക്? ഇഷ്ടപ്പെട്ടു അച്ചമ്മേ. നല്ല തണുപ്പുള്ള വെള്ളം, നല്ല ശുദ്ധായ വെള്ളം. നിങ്ങളുടെ നാട്ടിൽ കിട്ടുമോ ഇതുപോലത്തെ വെള്ളം? ഇല്ല അച്ചമ്മേ. എന്താ കുട്ടിയെ? ഞാൻ അച്ചമ്മയുടെ മടി കിടന്നോട്ടെ? അതിനിപ്പോ എന്താ കുട്ടിയെ ഇത്ര ചോദിക്കാനിരിക്കണേ? അച്ചമ്മയുടെ കുട്ടിക്ക് എപ്പോഴാച്ചാ കിടക്കാലോ. വർഷ അച്ചമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു, അച്ചമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാ കുട്ടിയെ മാന്തിക്കണേ? എന്താന്ന് വെച്ചാ ചോദിക്കുക. ആരാ ഈ പാർവതി? ആ പേര് കേട്ടത് അച്ചമ്മ ഞെട്ടി. കുട്ടിക്ക് എങ്ങനെ അറിയാം ആ പേര്? അച്ചമ്മ പറഞ്ഞല്ലോ ദുർമരണം നടന്നൊക്കെ. പറഞ്ഞു. പാർവതി കുട്ടിയുടെ അച്ഛന്റെ പെങ്ങട മോള. നമ്മുടെ ബ്രഹ്മദത്തം വേളി കഴിക്കാനിരുന്ന. എന്നാ പാർവതിക്ക് വേറൊരു ഇഷ്ടമുണ്ടായിരുന്നു. പണ്ട് ഈനജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയ സരസ്വതി മാമിയുടെ മോന് ശിവപ്രസാദനുമായിട്ട് പാർവതി ഇഷ്ടത്തിലായിരുന്നു അത്രേ. അതറിഞ്ഞപ്പോ ഇല്ലത്തുണ്ടായ പുകയിൽ ഓർക്കുമ്പോ എപ്പോഴും ശരീരം വിറക്കും. പാർവതി ശിവപ്രസാദിന്റെ കൂടെ ഒളിച്ചോടി പോകാൻ നോക്കി. അപ്പൊ എന്താ ഉണ്ടായേ? സർപ്പപ്രീതി നേടിയ പെൺകുട്ടിയാ പാർവതി. സർപ്പങ്ങൾ കോപിക്കാണ്ടിരിക്കുവോ? ശിവപ്രസാദന്റെ ശവം അമ്പലക്കുളത്തിൽ നിന്നാ കിട്ടിയേ. പാർവതി വിഷം തീണ്ടിയും മരിച്ചു. ശിവപ്രസാദം നാഗമാണിക്ക് എടുക്കാൻ നോക്കിയെന്നും അതിന് പാർവതി കൂട്ടുനിന്നു. അപ്പോഴാണ് നാഗങ്ങൾ കോപിച്ചെന്നും പറയണു. പിന്നെന്തുണ്ടായി? എന്തുണ്ടാവാൻ, ഇല്ലത്തിന് സർപ്പശാപം ലഭിച്ചു. ഇല്ലത്ത് വന്ന് കയറുന്ന സ്ത്രീകളും, അതായത് ഇല്ലത്തെ പുരുഷപ്രജ വേളി കഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകളും അവർക്കുണ്ടാവുന്ന പെൺകുട്ടികളും ദുർമരണപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ ഇല്ലത്തിന്റെ അനന്തരാവകാശികള് കുട്ടി അനിരുദ്ധ. കുട്ടി അനിരുദ്ധിനെ കണ്ടിരുന്നോ? കുട്ടിയുടെ അച്ഛന്റെ പെങ്ങട മോൻ അനിരുദ്ധ്. അച്ഛമ്മ പറഞ്ഞു നിർത്തി. എന്നിട്ട് അനിരുദ്ധിനെ വിളിച്ചു. അനിക്കുട്ടാ, ഇത്രയേണം വരെയൊന്ന് വരിക. അച്ഛമ്മ വിളിച്ചോ? നീ ഇങ്ങടെ അടുത്തേക്ക് വാ. അച്ഛമ്മ പറഞ്ഞു. നീ ഈ കുട്ടിയെ കണ്ടായിരുന്നോ? നമ്മുടെ ശേഖരന്റെ മോള വർഷ. ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ഇവന്റെ അമ്മയും ലക്ഷ്മിയും ഭർത്താവും എറണാകുളത്താ താമസിക്കണേ. അനിക്കുട്ടൻ ഇടയ്ക്ക് അച്ഛമ്മയെ കാണാൻ ഇല്ലത്ത് വരും. കുറച്ചു ദിവസം ഇല്ലത്ത് നിന്നിട്ട് തിരികെ പോകും. ഇത്തവണ ഒരു കൂട്ടുകാരനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് അച്ഛമ്മ സംസാരം നിർത്തി. തന്നെ നാസികയുടെത്തി അന്തരീക്ഷത്തിലെ വായു ആവോളം ശ്വസിച്ചിട്ട് പറഞ്ഞു, പാലപ്പൂവിന്റെ ഗന്ധലാ വരുന്നത്. വർഷ തന്നെ നാസികയാൽ പാലപ്പൂഗന്ധം നിറഞ്ഞ വായു ശ്വസിച്ചു.
സുപരിചിതമായ ഗന്ധം. തന്റെ സ്വപ്നങ്ങളിലൂടെ താൻ അറിഞ്ഞ ആസ്വദിച്ച അതേ മാദക ഗന്ധം, പാലപ്പൂ ഗന്ധം. വർഷ ചിന്തിച്ചു. അപ്പോഴാണ് പൂമുഖത്തുനിന്ന് മുത്തച്ഛന്റെ ഉച്ചത്തിലുള്ള സംസാരം അവർ മൂവരും കേട്ടത്. എന്റെ പുലരിക്കല അമ്മേ, എന്താ ഈ കേൾക്കണേ? സർപ്പക്കാവിലെ പാല പൂത്തിരിക്കണമെന്നോ? മുത്തച്ഛൻ പറഞ്ഞു. അതേ വല്യമ്പ്ര, അവിടുന്ന് പറഞ്ഞനുസരിച്ച് അടിയൻ കാവിൽ പോയി നോക്കിയായിരുന്നു. വർഷങ്ങളായിട്ട് പൂക്കാലത്തിരുന്ന പാല പൂത്തിരിക്കണു. കൂടാതെ ജോലിക്കാരൻ സംസാരം നിർത്തി മുത്തച്ഛനെ പേടിയോടെ നോക്കി. ഹൈ പറയൂ ശ്രീധര, എന്താ ഉണ്ടായേ? നാഗത്തറയില് കരിനാഗം പ്രത്യക്ഷപ്പെട്ടിരിക്കണു. എന്റെ പൂലരിക്കല അമ്മേ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നേ? ഉടനെ ഭട്ടതിരിപ്പാണ് വിവരം അറിയിക്കാൻ ആളെ വിടുക. ഉവ്. പൂമത്തെ സംഭാഷണം കേട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു. അനർത്ഥം ഒന്നും ഉണ്ടാവാതെ എന്റെ കുട്ടികളെ കാത്തോളനെ പുലരിക്കൽ ഭഗവതി. പെട്ടെന്ന് പൂമത്തൊരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്ന് ഹെൽമെറ്റ് വെച്ചയാൾ ഇറങ്ങി വന്നു. ആരാ അത്? കണ്ണുകൾ കൂർപ്പിച്ചിരുട്ടിലേക്ക് നോക്കി അച്ഛമ്മ ചോദിച്ചു. പൂമത്ത് കയറുന്നതിനിടെ അയാൾ ഹെൽമെറ്റ് ഊരി മാറ്റി. ആ മുഖം പൂമത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന തൂക്കുവിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ടതും അച്ഛമ്മ പറഞ്ഞു. ആ സിദ്ധു വന്നോ? വന്നു അച്ഛമ്മേ. അച്ഛമ്മയുടെ സിദ്ധു. അച്ഛമ്മയെ കാണാൻ വരാൻ നിനക്കൊന്നും നേരില്ലാലോ. അച്ഛമ്മ നേരിയതിന്റെ തുമ്പെടുത്ത് നിറഞ്ഞു തൂവിയ മിഴികൾ തുടച്ചു. ഞാൻ വന്നില്ല അച്ഛമ്മേ. സിദ്ധുവേ, ഈ നിക്കണത് ആരാന്ന് എനിക്കറിയോ? വർഷയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛമ്മ ചോദിച്ചു. നോ ഐഡിയ. ആരാ? കാണാതായ ശേഖരന്റെ മകള് വർഷ. വല്യച്ഛന്റെ മകൾ? വാവ്, ഇറ്റ്സ് അൺബിലീവബിൾ. വല്യച്ഛൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ആളിതുവരെ നേരി കണ്ടിട്ടില്ല. ഇപ്പൊ പുറത്തു പോയിരിക്കുക. സിദ്ധുവിനെ കുട്ടിക്ക് പരിചയപ്പെടുത്തിയില്ലാലോ. നമ്മുടെ ശങ്കരന്റെ മകൻ കാശിനാഥന്റെ മകനാ, സിദ്ധാർത്ഥ്. എല്ലാവരും സിദ്ധു വിളിക്കും. വർഷ സിദ്ധുവേട്ടാന്ന് വിളിച്ചോളൂ കേട്ടോ. സിദ്ധാർത്ഥ് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. കാശിനാഥും സിദ്ധുവും ബാംഗ്ലൂരാ. സിദ്ധുവും അനിക്കുട്ടിനെ പോലെ അച്ഛമ്മയെ കാണാൻ വല്ലപ്പോഴൊക്കെ വരും. വർഷം എന്ത് ചെയ്യുന്നു? പഠിക്കണോ? പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ ജോബ് നോക്കുക. ഇവിടെ നമ്മൾ ചിലരും ഉണ്ട്, കണ്ടില്ലേ ആവോ. അനിരുദ്ധ സിദ്ധാർത്ഥി നോക്കി പറഞ്ഞു. അനി, നീ നേരത്തെ എത്തിയോടാ? ഓ, ഞാനെത്തിയിട്ട് 10-28 വർഷമായി. അനിരുദ്ധിന്റെ തോൾ കൈയിട്ടുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. അമ്പട കോമഡി തലയാ. നീ വാ ചോദിക്കട്ടെ. അനിരുദ്ധിന്റെ കൂടെ കോലായിലേക്ക് നടക്കുന്നതിനിടെ തിരിഞ്ഞു പോയിക്കൊണ്ട് സിദ്ധാർത്ഥ് വർഷയോട് പറഞ്ഞു. വർഷ, നമുക്ക് പിന്നീട് വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ. അത് കേട്ട് വർഷം ഒന്ന് പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥ് വന്ന് നന്നായി. കലുഷിതമായ അന്തരീക്ഷം തണുത്തു. സിദ്ധാർത്ഥ് കുളിർക്കാറ്റും അനിരുദ്ധ് കൊടുങ്കാറ്റുമാണല്ലോ. കോലായിലേക്ക് ഒരുമിച്ച് നടന്നു പോകുന്ന സിദ്ധാർത്ഥിനെ അനിരുദ്ധിനെയും നോക്കി വർഷ ചിന്തിച്ചു. നാസികയിൽ തുളച്ചു കയറുന്ന പാലപ്പൂഗന്ധം വർഷയുടെ ചിന്തകളുടെ ഗതി തിരിച്ചുവിട്ടു. അച്ചമ്മ ഭയക്കുമ്പോൾ ആപത്ത് നിങ്ങൾ സംഭവിക്കുമോ? പാലപ്പൂഗന്ധം ഭീതിക്ക് പകരം പരിചിത്വമാണ് തന്നിൽ നിറക്കുന്നത്. പാലപ്പൂഗന്ധവും താനും തമ്മിൽ അഗാധമായ ഒരു ആത്മബന്ധമുള്ള പോലെ. പാലപ്പൂഗന്ധ ആവോളം ശ്വസിച്ചുകൊണ്ട് വർഷ പൂമുഖത്ത് നിന്നു. അച്ചമ്മയുടെ മുഖത്ത് നെള്ളിച്ച് കിടക്കുന്ന ഭയം കണ്ട് വർഷ ചോദിച്ചു. അച്ചമ്മേ, മുത്തച്ഛൻ അച്ചമ്മ എന്തിനാണ് ഭയക്കുന്നത്? എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല കുട്ടിയെ. കുട്ടിയാണെന്നും ശ്രദ്ധിക്കേണ്ട. അച്ഛൻ പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പുറത്തു പോയിരിക്കുകയാണ്. ഈ സംസാരം അച്ഛൻ കേൾക്കാത്ത വളരെ നന്നായി. ഇതൊക്കെ കേട്ടിരുന്നെങ്കിൽ അച്ഛന് ദേഷ്യം കയറി എപ്പോഴേ തന്നെയും കൊണ്ട് അച്ഛൻ മുമ്പേക്ക് തിരിച്ചു പോയേനെ. വർഷ ചിന്തിച്ചു. പുറത്തുപോയ അച്ഛൻ ഇല്ല തിരിച്ചു വന്നിട്ട് വർഷയെ വിളിച്ച് പറഞ്ഞു. മോളെ, അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. അവിടെ ആകെ പ്രശ്നമാണ്. വർക്കേഴ്സ് സ്ട്രൈക്ക് നോട്ടീസ് കൊടുത്തിരിക്കുക. വർക്കേഴ്സ് സ്ട്രൈക്ക് നടത്തിയ കമ്പനിക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ബോസ് വിളിച്ചിട്ട് വേഗം തിരികെ ചെല്ലാൻ പറഞ്ഞു. യൂണിയൻ ലീഡേഴ്സായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് മറ്റന്നാളാണ്. നമുക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. നാളെ വൈകുന്നേരം ഫ്ലൈറ്റിന് പോകാം. അതേ നടക്കൂ. നീ എന്താ ശേഖരായി പറയണേ? വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ പോവാണോ എൻ്റെ കുട്ടിയെയും കൊണ്ട്? പോകാതിരിക്കാൻ പറ്റില്ല അമ്മേ. മറ്റന്നാൾ അവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. അങ്ങനെയാണെച്ചാൽ നീ പോയിട്ട് വാ. വർഷം കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഏയ്, ഞാനില്ലാതെ അവൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയാവില്ല. അവൾ ഒറ്റക്കല്ലാനോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? എന്നാലും ശരിയാവില്ല അമ്മേ. അതാ ഞാൻ ചോദിക്കണേ, എന്താന്ന്? എന്താ ശരിയാവാത്തേ? ഞങ്ങൾ വർഷയെ നോക്കില്ലെന്നാണോ നീ കരുതിയിരിക്കണേ? അങ്ങനെയല്ല അമ്മേ. കണ്ട് കൊതി തീർന്നില്ല, അതിനു മുന്നേ പറിച്ചുകൊണ്ട് പോവാ വീണ്ടും. അമ്മ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. നീ ഒന്നും പറയണ്ട ശേഖര, എനിക്കൊന്നും കേൾക്കണ്ട. വർഷ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. തൽക്കാലം എവിടെയും വിടുന്നില്ല. മോളെ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്കില്ലത്ത് നിൽക്കണോ? ഇപ്പോൾ അച്ഛൻ്റെ കൂടെ തിരികെ പോയാൽ തന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ഒരു കാലത്തും ദൂരീകരിക്കാൻ തനിക്ക് അവസരം ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് താൻ തൽക്കാലം ഇവിടെ നിന്നേ തീരും. വർഷ ചിന്തിച്ചു. അച്ഛാ, തൽക്കാലം ഞാനിവിടെ നിൽക്കാം. ഇപ്പോൾ തിരിച്ചു പോയാൽ പിന്നെ ഏതാലത്തേക്കാണ് ഇവിടേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അച്ഛൻ പോയിട്ട് കമ്പനിയിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വരും. എൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. മുംബൈസിൽ ജീവിക്കുന്ന നമുക്ക് ഈ കൊച്ചു ഗ്രാമം ഒരു വിഷയമാണ്. പിന്നെ ഇവിടെ അച്ഛമ്മയും മുത്തച്ഛനൊക്കെ ഉണ്ടല്ലോ. മോളുടെ തീരുമാനം അതാണെങ്കിൽ ശരി. അച്ഛൻ പോയിട്ട് വരാം. അതുവരെ മോൾ ഇവിടെ നിൽക്കൂ. അച്ഛൻ പറഞ്ഞു. അതാ നല്ല ശേഖര, നീ ധൈര്യമായിട്ട് പോയിട്ട് വരൂ. വർഷയെ ഞങ്ങൾ നോക്കിക്കൊള്ളാം കേട്ടോ. അച്ഛമ്മ പറഞ്ഞു. ശരി അമ്മേ, ഞാൻ കമ്പനിയിലേക്കൊന്ന് വിളിച്ചു പറയട്ടെ. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം.
എന്നും പറഞ്ഞ് വർഷയുടെ അച്ഛൻ പൂമുഖത്തേക്ക് പോയി. അത്താഴം കഴിഞ്ഞ് വർഷ തെക്കിനിയുടെ മുമ്പുള്ള ബാൽക്കണി നിൽക്കുമ്പോഴാണ് അച്ഛൻ വർഷയോട് സംസാരിക്കാനായി വന്ന്. അച്ഛൻ നാളെ ഉച്ച കഴിയുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോകും. 6 മണിക്കാ ഫ്ലൈറ്റ്. അച്ഛാ, പോകുമ്പോൾ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എവിടെയാ മോളെ? അച്ഛനും അമ്മയും വിവാഹശേഷം ജീവിച്ചിരുന്ന ആ വീട്ടിൽ. അച്ഛൻ്റെ മുഖത്ത് നേളിച്ച് നിന്ന് ഉൾക്കണ്ട ദുഃഖത്തിന് വഴിമാറി. മോൾക്ക് കാണണം ആ വീട്? കാണണം അച്ഛൻ. അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ വീട്. ആ വീടിന്റെ താക്കോൽ അച്ഛൻ ഭദ്രായി സൂക്ഷിച്ചിട്ടുണ്ട്, മോളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി. അച്ഛൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അപ്പൊ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകാല്ലേ അച്ഛാ? നേരെ ഒരുപാടായി, മോൾ ഇറങ്ങിക്കോ. അച്ഛൻ്റെ മുറി പടിഞ്ഞാറ്റിനില്ല. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. അമ്മയിറങ്ങുന്ന ആ മണിയിൽ താൻ നാളെ കാലൂത്ത്. അമ്മയുടെ സാന്നിധ്യം അങ്ങനെയെങ്കിലും അനുഭവിക്കാമല്ലോ. വർഷ ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ആ ശാന്തത അല്പനേരത്തേക്ക് മാത്രമാണെന്ന് വർഷ അറിഞ്ഞില്ലായിരുന്നു. വർഷയുടെ മനസ്സ് സ്വപ്നങ്ങളുടെ മായാലോകത്തേക്ക് പ്രവേശിച്ചു. സർപ്പക്കാവിലെ ആൽമരച്ചൂട്ടിൽ കൈകൾ കോർത്ത് പ്രണയം നിറഞ്ഞ മിഴികളോടെ ഇരിക്കുന്ന യുവതിയും യുവാവും. തന്റെ മുഖഛായുള്ള ആ യുവതിയെ വർഷ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. താൻ തന്നെയാണ് ആ യുവതി. ആ യുവാവ് മറ്റാരുമല്ല, അനിരുദ്ധൻ. തങ്ങളെ പകയോടെ വീക്ഷിക്കുന്ന ഇരുമിഴികൾ, സീൽക്കാര ശബ്ദവും പുറകെ ഒരു അലർച്ചയും കേട്ട് വർഷ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. താൻ അനിരുദ്ധിനെ സ്വപ്നം കണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഇന്ന് അനിരുദ്ധമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് താൻ അനിരുദ്ധിനെ സ്വപ്നത്തിൽ കണ്ടത്. പക്ഷെ താൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും സംഭവിക്കുമോ? ഓരോന്ന് ആലോചിച്ചിട്ട് ഉറക്കം വരാതെ വർഷ വാതിൽ തുറന്ന് മുറിക്ക് പുറത്തിറങ്ങി. ഇടനാഴിലൂടെ നടന്ന് വർഷ ബാൽക്കണിയിലേക്ക് എത്തി. ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന പത്തായപ്പുരയും പരിസരവും ഭയാനകാന്തരീക്ഷം സൃഷ്ടിച്ചു. പെട്ടെന്ന് തന്റെ പുറകിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് വർഷം ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തന്റെ പിന്നിൽ നിൽക്കുന്ന അനിരുദ്ധനെ കണ്ട് വർഷം അത്ഭുതപ്പെട്ടു. നീ ഉറങ്ങുന്നില്ലേ? അനിരുദ്ധ് ചോദിച്ചു. ഉറക്കം വരുന്നില്ല. കുറച്ചു മുമ്പ് തെക്കിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടല്ലോ. നീ ആയിരുന്നു കരഞ്ഞ്? എന്തുപറ്റി? ദുസ്വപ്നം കണ്ട് പേടിച്ചു. ഈ കാവിലും മറ്റൊറ്റയ്ക്ക് ഇറങ്ങിടക്കരുതെന്ന് പറഞ്ഞ അതുകൊണ്ടാ. ഇവിടെയുള്ളവർ ഒന്നാമത് അന്ധവിശ്വാസികളാണ്. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അതൊക്കെ പണ്ടെങ്കോ മരിച്ചവർ രണ്ടുപേര് കാരണം ഇല്ലത്തിന് വന്നു ചേർന്നെന്ന് പറയപ്പെടുന്ന ആ സർപ്പശാപമായിട്ട് ബന്ധപ്പെടുത്തി കളയും. ഇന്നലെ സർപ്പക്കാവിൽ കരുനാഗത്തെ കണ്ടെന്നും പറഞ്ഞ് ആ പട്ടുതിരിപ്പാനെ വിളിച്ചുകൊണ്ട് വരാൻ പോയിട്ടുണ്ട്. സർപ്പക്കാവിൽ പിന്നെ സർപ്പത്തില്ലാതെ പശുവിനെ കാണും. സർപ്പത്തിന് തോന്നുമ്പോൾ വരും പോവും. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാക്കി മാറ്റുന്നതാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഈ ഭട്ടതിരിപ്പാട് ആരാണ്? ഇല്ലത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഭട്ടതിരിപ്പാനെ വിളിക്കും. അങ്ങേര് വന്ന് പ്രശ്നം വെച്ച് നോക്കി ഓരോ ഹോമവും പൂജയൊക്കെ നടത്തണമെന്ന് പറയും. പിന്നെ കുറെ പണങ്ങ് ചെലവാക്കും ഈ പൂജയുടെ പേരും പറഞ്ഞ്. ഇങ്ങനെയാണല്ലോ പല ഇല്ലങ്ങളും മുടിയുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അധിക പ്രസംഗമായി. പുതിയ തലമുറക്കാർക്ക് വിവരമില്ലെന്ന് പറയും. വെറുതെ അല്ല അച്ഛനെ ഇവിടേക്ക് കൊണ്ടുവരാൻ കൂട്ടാക്കാതിരുന്നു. ശേഖരമാമയെ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ലത്തുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് പാർവതി തമ്പുരാട്ടിയുടെ മരണത്തോടെ ഇല്ലത്തിന് സർപ്പശാപം ലഭിച്ചതിനാൽ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്കും ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അധികം ആയുസ്സുണ്ടാവില്ല. ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുന്നു. ഒരുപാട് ദുർമരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. സുനിശ്ചിത നിലത്തുള്ളവർ പറയുന്ന ആ മരണത്തെ അതിജീവിച്ച ഒരേ ഒരാൾ വർഷയാണ്. വർഷയും മരിച്ചാണെന്ന് ഇവിടെ എല്ലാവരും കരുതി. അപ്പൊ എന്റെ അമ്മ അങ്ങനെയാണ് മരിച്ചത്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.